വോട്ടർമാരുടെ ശബ്ദം അതിങ്ങനെ ഉറച്ചു കേൾപ്പിക്കുന്ന സെഗ്മെന്റ് ആണ് മൈക്ക്. നിങ്ങൾക്കറിയാം വിജയകുമാർ ചോദിക്കാൻ പറഞ്ഞു, നാളെ വിജയകുമാർ എങ്ങോട്ടാ യാത്ര? ഞാൻ ചാലക്കുടി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ വൈകുന്നേരം നാളെ പ്രേക്ഷകർക്ക് അറിയുന്നില്ല, ഇവിടെ രാഷ്ട്രീയം പറയാം എന്ന പരിപാടി നാളെ ചാലക്കുടിയിൽ വൈകുന്നേരം 4 മണിക്ക് അവതരിപ്പിക്കുന്നത് എസ് വിജയകുമാറാണ്. തിരുത്തുണ്ട്, ചാലക്കുടി മണ്ഡലത്തിന്റെ ഒരു ഭാഗമായ ആലുവയിലാണ് അവതരിപ്പിക്കുന്നത്. ഓക്കെ, അവിടെ ആൾക്കാർ ഇപ്പോഴും ക്ഷണിക്കാമല്ലോ, ക്ഷണിച്ചിരിക്കുന്നു. അപ്പോ ഈ തൃശ്ശൂർ മണ്ഡലത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. അതിനിടയ്ക്കാണ് ഈ ചാലക്കുടി കയറി വന്നത്. ശക്തമായ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. ഒരു താര അല്ലേ സമ്പന്നമായ മണ്ഡലം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും തകൃതിയായിട്ട് നടക്കുമ്പോൾ തൃശ്ശൂരിലെ വോട്ടേഴ്സിന് എന്തായിരിക്കും പറയാനുള്ളത്? അല്ല, ഈ തൃശ്ശൂർ എന്തൊക്കെ നോക്കിയിട്ട് ആളുകൾ വോട്ട് ചെയ്യുക? തൃശ്ശൂർ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ഥാനാർത്ഥികളെ നോക്കും, പാർട്ടികൾ നോക്കും. ഇപ്രാവശ്യത്തെ ചാൻസ് ആർക്കാന്ന് പറയാൻ പറ്റില്ല. 3 പേർക്ക് ഒരേ മാതിരിയുള്ള ചാൻസാണ്. ഇലക്ഷൻ വോട്ട് ചെയ്യും? വോട്ട് ചെയ്യും. അതാർക്കാ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. വികസനം മാത്രം മതിയോ? ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടും കൂടി ഉണ്ടാക്കി കൊടുക്കണ്ടേ? എന്തായിട്ട് ഇവിടെ ചർച്ചയാവണ്ടേ? തൃശ്ശൂർ 3 നല്ല സ്ഥാനാർത്ഥികളാണ്, പക്ഷേ ഇടതുപക്ഷത്തിനാണ് മുൻകുറായി തോന്നുന്നത്. ഇപ്പോൾ നിൽക്കുന്ന 3 പേരും നല്ല സ്ഥാനാർത്ഥികളാണ്. കൂടുതൽ ചാൻസുകൾ ഈ പറഞ്ഞ പോലെ സുനിൽകുമാർ നിൽക്കുന്നുണ്ട്, അതുപോലെ സുരേഷ് ഗോപി നിൽക്കുന്നു. 2 പേർക്കും ഏകദേശം കുഴപ്പമില്ല നിൽക്കുന്നു. എന്ത് കിട്ടുന്നൊന്നും ആർക്കൊന്നും പറയാൻ പറ്റില്ല. ഇതാണ് ഒപ്പത്തിനൊപ്പം 3 പേര് നിൽക്കുന്നത്. സുനിൽകുമാർ ജയിക്കും. ജാതിയുടെ പേരിലും ഇതിന്റെ പേരിലും ഒക്കെ വോട്ട് പിടിക്കാന്ന് പറഞ്ഞ മോശം പരിപാടിയല്ലേ. മനുഷ്യനെ കാണാം, അവർക്ക് നമ്മൾ വോട്ട് ചെയ്യുക. തീരെ യോജിപ്പില്ല. സുരേഷ് ഗോപി ജയിക്കുന്നുള്ള അഭിപ്രായമാണ്. കാരണം തൃശ്ശൂരിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവണമെങ്കിൽ സുരേഷ് ഗോപി ജയിക്കണം. ഇവരൊക്കെ ജയിച്ചാൽ ആര് പോയിട്ട് എന്താ കാര്യം? അവിടെ പാർലമെന്റിൽ ശബ്ദം ഉയർന്നിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ശബ്ദങ്ങളാ. അവർ പോയിട്ട് കാര്യമുള്ളൂ, അല്ലാതെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നവരാ അവരല്ലാതെ. ദിനേശ് ഹരിപ്പാട് പറയുന്ന ഒരു കാര്യം, വിജയേട്ടൻ്റെ മേഘപാളികൾക്കിടയിലൂടെയുള്ള ആ കമന്ററി കേൾക്കാൻ കാത്തിരിക്കുകയാണ്. ഇനി അതിന് ഒരുപാട് കാലം കാത്തിരിക്കേണ്ട കാര്യമില്ല. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ്. നോക്കാം. അതെ, സ്ഥിരം ഹരിപ്പാട് ദിനേശ്. അപ്പോൾ ഹരിപ്പാട് ദിനേശ് അല്ലെങ്കിൽ ദിനേശ് ഹരിപ്പാട് ഒരുപാട് കാലം കാത്തിരിക്കണ്ട. പക്ഷെ നമുക്കല്ലേ നമുക്ക് മേഘപാളികൾക്കിടയിലൂടെ ഇപ്പൊ തന്നെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് നമ്മൾ ആ നമ്പറൊക്കെ ഇറക്കും.